250 hours ബാറ്ററി ലൈഫ്. പക്ഷേ പണ്ടൊക്കെ ആയിരുന്നു നല്ലൊരു എമൗണ്ട് കൊടുത്താലേ നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് കിട്ടുള്ളൂ. പക്ഷേ ഇപ്പൊ കഥയൊക്കെ മാറി. കമ്പനികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മത്സരം ഉള്ളതുകൊണ്ട് തന്നെ ചെറിയ എമൗണ്ടിന് നല്ല ക്വാളിറ്റിയുള്ള ഇയർഫോൺസും നെക്ക് ബാൻഡും അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെ ചെറിയ എമൗണ്ടിന് നല്ല ക്വാളിറ്റി കിട്ടുന്ന മിവി കോളർ ക്ലാസിക് പ്രോ എന്ന് പറഞ്ഞ ട്രൂ വയർലെസ് നെക്ക് ബാൻഡ് ആണിത്. സ്ഥിരം മിവിയുടെ ബോക്സ് പോലെ തന്നെ കറുപ്പ് പച്ച കളറുകളിലാണ് ഈ ഒരു ബോക്സ് നമുക്ക് ലഭിക്കുന്നത്. ബോക്സിനുള്ളിൽ നോക്കുകയാണെങ്കിൽ ഒരു യൂസർ മാനുവൽ ലഭിക്കുന്നുണ്ട്. 1 year വാറണ്ടി നമുക്ക് ഇതിനുണ്ട്. അപ്പോൾ അത് അപ്ലൈ ചെയ്യാനുള്ള വാറണ്ടി കാർഡും അതേപോലെ തന്നെ സി ടൈപ്പ് ചാർജിങ് കേബിൾ, അതും ചെറിയൊരു കുട്ടി കേബിൾ ആണ്. പിന്നെ നമുക്ക് പല സൈസിലുള്ള സിലിക്കൺ ജെൽ ടിപ്സും പിന്നെ നമ്മുടെ നെക്ക് ബാൻഡും ആണ് കിട്ടുന്നത്. ഇതാണ് സാധനം. അപ്പോൾ ഇതിന്റെ ഫിസിക്കൽ ഓവർവ്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ളി പ്ലാസ്റ്റിക് കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇത് പല കളേഴ്സിലും നമുക്ക് അവൈലബിൾ ആണ്. ഇതിന്റെ ഈ ഇയർ പീസിന്റെ ഭാഗത്തായിട്ട് ഒരു മെറ്റാലിക് ലുക്കിൽ ഒരു ഗ്ലോസി ഫിനിഷ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ ഈ ബോഡിയുടെ സൈഡിലായിട്ട് ഫുള്ളി മാറ്റ് ഫിനിഷും ആണ് കൊടുത്തിട്ടുള്ളത്. നല്ല കാര്യം. കാണുമ്പോഴും പിടിക്കുമ്പോഴും അത്യാവശ്യം നല്ല ക്വാളിറ്റി എന്തായാലും ഉണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഇയർ പീസിന്റെ ഭാഗത്തായിട്ട് മാഗ്നറ്റിക് ലോക്കിംഗ് സിസ്റ്റം ആണ് കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് മുട്ടിച്ച് കൊടുത്താൽ മതി, അവിടെ സെറ്റായിട്ട് അടങ്ങി അവിടെ നിന്നോളും. ഈ ഭാഗത്തുള്ള ഇയർ പീസിന്റെ വയേഴ്സിലാണ് ഫുൾ കൺട്രോളിംഗ് കൊടുത്തിട്ടുള്ളത്. സെൻട്രലായിട്ട് മൾട്ടി ഫംഗ്ഷൻ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇതുകൊണ്ട് പല ഉപയോഗമുണ്ട്. അത് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്, അതും കൂടി കണ്ടിട്ട് പോവുക. വോളിയം അപ്പ് ബട്ടണും വോളിയം ഡൗൺ ബട്ടണും പിന്നെ കണക്ഷൻ സ്റ്റാറ്റസ് അറിയാനുള്ള LED ഇൻഡിക്കേറ്ററും ടൈപ്പ് C ചാർജിംഗ് പോർട്ടും കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ എല്ലാ ബട്ടൺസും പ്രസ് ചെയ്യുമ്പോൾ ഒരു ടിക് ടിക് സൗണ്ട് എഫക്റ്റ് ആണ്. ഇനി യൂസ് ചെയ്യുന്ന സമയത്ത് നല്ല ഫിറ്റ് ആയിട്ട് തന്നെ അവിടെ നിൽക്കുന്നുണ്ട്. യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. മാത്രമല്ല നല്ല ലൈറ്റ് വെയിറ്റും ആണ്. നൈസ്. ഇനി ഇതിന്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സെന്ററിലുള്ള മൾട്ടി ഫംഗ്ഷൻ ബട്ടണിൽ പലതും ചെയ്യാൻ സാധിക്കും. അതിൽ ഒന്നാമത്തേതാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ വോയിസ് അസിസ്റ്റന്റ് ആക്റ്റീവ് ചെയ്യാൻ സാധിക്കും. ഇനി കോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഇതിലിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. പെട്ടെന്ന് നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് ആ ഒരു ഓഡിയോ സ്വിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരെ ഈ ഒരു മൾട്ടി ഫംഗ്ഷൻ ബട്ടണിൽ ജസ്റ്റ് ഒന്ന് 1 second പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്താൽ മതി. ഇതിൽ കേൾക്കുന്ന ഓഡിയോ നമ്മുടെ മൊബൈലിലേക്ക് സ്വിച്ച് ആവുന്നതാണ്. പിന്നെ നമുക്ക് എടുത്തിട്ട് ഇങ്ങനെ സംസാരിക്കും. ലാസ്റ്റ് വിളിച്ചുള്ള നമ്പറിലേക്ക് തന്നെ ഒന്നുകൂടി നമുക്ക് റീഡയൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആണ്. ഈ ഒരു സെന്റർ ബട്ടൺ ഡബിൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലാസ്റ്റ് വിളിച്ചുള്ള നമ്പറിലേക്ക് റീകോൾ പോകുന്നതാണ്. ഇതിന് IPX5 സ്പ്ലാഷ് ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റന്റ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ചെറുതായിട്ട് വിയർപ്പോ കാര്യങ്ങളായാലോ അല്ലെങ്കിൽ ചെറിയ രീതിയിലൊക്കെ പൊടി ആയാലോ യാതൊരു പ്രശ്നമില്ല. കണക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ ബ്ലൂടൂത്ത് 5.1 ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഫാസ്റ്റ് ആയിട്ട് തന്നെ കണക്ഷനും കാര്യങ്ങളൊക്കെ നടന്നു പോയിക്കോളും. 10 മീറ്റർ ഡിസ്റ്റൻസ് വരെ കണക്ടിവിറ്റി ഇഷ്യൂ ഇല്ലാതെ തന്നെ നമുക്ക് ഉപയോഗിക്കാം. ഇനി സൗണ്ട് ക്വാളിറ്റി 30mm ഡ്രൈവർ സപ്പോർട്ടാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. നല്ല സോളിഡ് ആയിട്ടൊരു ബാസ് ആണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ബാസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അത്യാവശ്യത്തിനുള്ള ഒരു ബാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല HD സ്റ്റീരിയോ സൗണ്ട് ആണ് ഇതിലൂടെ നമുക്ക് കേൾക്കാൻ സാധിക്കുക. സാധാരണ ഒരു നെക്ക് ബാൻഡ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഫ്ലാറ്റ് സൗണ്ട് ആയിരിക്കും നമുക്ക് ലഭിക്കുക. ഇതിൽ നമുക്ക് AAC അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ AAC ഫെസിലിറ്റി എനാബിൾ ചെയ്യാനുള്ള സെറ്റിംഗ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ക്ലിയർ ആയിട്ടുള്ള സൗണ്ടും നല്ല ലാഗ് ഇല്ലാതെ നല്ലൊരു എക്സ്പീരിയൻസും നമുക്ക് ലഭിക്കും. മാത്രമല്ല ഇതിൽ പാസീവ് നോയിസ് ക്യാൻസലേഷനും കൂടെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുറത്തൊക്കെ നമ്മൾ നിന്ന് കേൾക്കുന്ന സമയത്ത് മാക്സിമം നോയിസ് ഒക്കെ ഡിറ്റക്ട് ചെയ്യും. അപ്പോൾ സൗണ്ട് ക്വാളിറ്റി ഒരിക്കലും നിങ്ങളെ നിരുത്സാഹപ്പെടുത്തില്ല എന്നുള്ളത് ഉറപ്പാണ്. മൈക്ക് പിന്നെ ഇല്ലാതിരിക്കില്ലല്ലോ. ഇതിന്റെ മൈക്ക് ഇവിടെ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ കോളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൗത്തിനടുത്തായതുകൊണ്ട് തന്നെ പറയുന്നതൊക്കെ ഒന്നുകൂടെ വ്യക്തത ഉണ്ടാവും. മാത്രമല്ല MEMS മൈക്കാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഒന്നും കൂടെ കോൾ ചെയ്യുന്ന സമയത്ത് ക്വാളിറ്റിയും അതേപോലെ തന്നെ ലോ ബാറ്ററിയും എടുക്കുള്ളൂ. ഇപ്പൊ നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് ഈ ഒരു മൈക്കിലൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ജഡ്ജ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ കേൾക്കുന്ന സ്പീക്കറിനും ബ്ലൂടൂത്ത് ഇയർഫോണും ഇതിനൊക്കെ അനുസരിച്ചിരിക്കും ഇതിന്റെ ക്വാളിറ്റി. എങ്കിലും ഏകദേശം ഈ ഒരു ക്വാളിറ്റി ആണുള്ളത്. നമ്മൾ കോളൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ക്വാളിറ്റിയിലായിരിക്കും കേൾക്കുക. അപ്പോൾ നിങ്ങൾ തന്നെ വെരിഫൈ ചെയ്യുക. ബാറ്ററി ലൈഫ് നോക്കുകയാണെങ്കിൽ 190 mAh ഡ്യുവൽ ബാറ്ററി സെറ്റപ്പ് ആണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. നമ്മളൊരു 70% കേൾക്കുന്നുണ്ടെങ്കിൽ 72 hours പ്ലേ ടൈം കിട്ടുമെന്നാണ് കമ്പനി പറയുന്നത്. പിന്നെ ഞാൻ ആദ്യത്തെ പറഞ്ഞ പോലെ തന്നെ 250 hours ലഭിക്കും എന്ന് പറയുന്നത് സ്റ്റാൻഡ് ബൈ ടൈമാണ്. എങ്കിലും ബാറ്ററി ബാക്കപ്പ് അത്യാവശ്യം നമുക്ക് കേട്ട് രസിക്കാനുള്ള ബാറ്ററി ബാക്കപ്പ് നമുക്ക് ഇതിൽ ലഭിക്കുന്നുണ്ട്. അത് മാത്രമല്ലാതെ ഇതിൽ സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് ടെക്നോളജി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 10 മിനിറ്റ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 20 മണിക്കൂർ നമുക്ക് ഉപയോഗിക്കാം. വളരെ നല്ല കാര്യം. മാത്രമല്ല ടൈപ്പ് C ചാർജിങ് പോർട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതും വളരെ വളരെ നല്ല കാര്യം. ഇനി ഇതിന്റെ പ്രൈസ് ലോഞ്ചിങ് പ്രൈസ് ആയിട്ട് വരുന്നത് 799 രൂപയും അത് കഴിഞ്ഞു കഴിഞ്ഞാൽ 1199 രൂപയായിരിക്കും വരുന്നത്. ഇതിന്റെ എല്ലാ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇതുപോലുള്ള പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ, ഇനി അടുത്ത പ്രോഡക്റ്റ് എന്താണ് നിങ്ങൾക്ക് വേണ്ടത്, എങ്ങനെയാണ് വേണ്ടത് എന്നൊക്കെയുള്ള കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് എന്തായാലും ചെയ്യാൻ മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.